ആ ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. പല നാളലഞ്ഞ മരുയാത്രയിൽ ഹൃദയം തിരഞ്ഞ പ്രിയ സ്വപ്നമീ മിഴികൾക്കു മുമ്പിലിതളാർന്നു നീ വിരിയാനൊരുങ്ങി നിൽക്കയോ വിരിയാനൊരുങ്ങി നിൽക്കയോ. പുലരാൻ തുടങ്ങുമൊരു രാത്രിയിൽ തനിയെ കിടന്നു മിഴിവാർക്കവേ ഒരു നേരത്തെന്നലലിവോടി വന്നു നെറുകിൽ തലോടി മാഞ്ഞുവോ നെറുകിൽ തലോടി മാഞ്ഞുവോ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ. മലർ മഞ്ഞു വീണവന വീതിയിൽ ഇടയന്റെ പാട്ടു കാതോർക്കവേ ഒരു പാട്ടിനാവിലൊരുകുന്നൊരൻ മനസ്സിൻ്റെ പാട്ടു കേട്ടുവോ മനസ്സിൻ്റെ പാട്ടു കേട്ടുവോ. നിഴൽ വീഴുമെൻ്റെ ഇടനാഴിയിൽ കനിവോടെ പൂത്ത മണിദീപമേ ഒരു കുഞ്ഞു കാറ്റിലണയാതി നിൻ തിരിനാളമെന്നും കാത്തിടാം തിരിനാളമെന്നും കാത്തിടാം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ.
സൂപ്പർ വണ്ടർഫുൾ തേജസ് എന്റെ മോനെ ഫീലിഷ് എന്ത് രസമായിരുന്നു അറിയോ കേൾക്കാൻ. നിനക്ക് ഇരുന്ന് പാടുന്ന കുറച്ച് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നല്ലേ? അതെ അതെ, ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാ ഞാനൊരു സത്യം പറയാം. കുറെ നാളുകളായിട്ട് ഇവിടെ പറയാത്തൊരു കാര്യമുണ്ട്. അതായത് ഞാൻ ഒരു അധ്യാപകൻ, ഒരു സംഗീത മാഷ്. അപ്പോൾ മാഷ് എനിക്ക് പരിചയമുള്ളൊരു മാഷാണ്. അപ്പോൾ മാഷിൻ്റെ അടുത്ത് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, മാഷ് അവൻ നന്നായിട്ട് പാടുന്ന ഒരു ദിവസം മാഷിയുടെ പേര് ഞാൻ പറയുന്നു. കാരണം നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ശ്രീ കാഞ്ഞങ്ങാട് രാമേന്ദ്രൻ സാറിന്റെ ബ്രദറായ രഘുമാഷിയുടെ ശിഷ്യനാണ് ഈ പറഞ്ഞ തേജസ്. രഘുമാഷിന്റെ അടുത്താണ് ഞാനും കുറേ വർഷം ലളിത സംഗീതം പഠിച്ചത്. അപ്പോൾ എൻ്റെ അടുത്ത് ഈ കാര്യം തേജസ് അവിടെ പഠിക്കുന്നത് ഞാൻ അറിഞ്ഞത് ഒരുപാട് വൈകിയാണ്. അപ്പോൾ ആ അറിഞ്ഞ സമയത്ത് ഈ തേജസ് ഇങ്ങനെ നമ്മുടെ സാഹിബയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഷ് ഞാൻ ഒരു നല്ലൊരു വേദിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. തേജസ് അന്ന് അത് പൊളിച്ചടുക്കി പാടണം. ഞാൻ മാഷിന്റെ പേര് അന്ന് ഞാൻ പറയും. കാരണം അന്ന് മാഷ് ഒരുപാട് സന്തോഷിക്കും. കാരണം മാഷ് എപ്പോഴും പറയും ഉഴപ്പാണ്, വീട്ടിലും പറയും. തേജസ് അച്ഛനും അമ്മയും പറയും ഉഴപ്പാണ്, ഭയങ്കര ഉഴപ്പാണ് എന്ന്. പക്ഷെ ഇന്ന് തേജസ് കലക്കി. രഘുമാഷൊക്കെ ഒരു വലിയൊരു കയ്യടി. മാഷയുടെ സ്റ്റുഡന്റ് സൂപ്പറായിട്ട് പാടിയിട്ടുണ്ട്. ഗുഡ്, ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. അതെ, ചോദിക്കാം ഷാനിക. ഒന്നാമത് ഈ പാട്ട് എന്ന് പറയുന്നത് അൺപ്ലഗ്ഡ് ലോകത്തെ രാജാവാണ്. ഇഷ്ടംപോലെ കേട്ടിട്ടുണ്ട്, കവേഴ്സും കേട്ടിട്ടുണ്ട്, അൺപ്ലഗ് സെഷൻസ് കേട്ടിട്ടുണ്ട് ഈ ഒരു പാട്ടിൻ്റെ. അത് സാധാരണ രീതിയിൽ അനുപല്ലവിന്ന് തുടങ്ങി നേരെ പല്ലവിയിൽ കയറി ചരണം പാടിയിട്ട് പിന്നെ പല്ലവി ഇത് എൻ്റെ. പക്ഷെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ട ഫുൾ സോങ് തേജസ് കവർ ചെയ്തു എന്നുള്ളതാണ്. അത് ഹാറ്റ്സ് ഓഫ് ഡാ. അത് അങ്ങനെ തന്നെ തുടങ്ങണം ഈ പാട്ട്. അതാണ് അതിൻ്റെ ഒരു രസം. തേജസ് നീ അടിപൊളിയായിട്ട് പാടിയടാ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എൻ്റെ പൊന്നുമോനെ ഇംപ്രവൈസേഷൻ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം എല്ലാം ആ പാട്ടിന്റെ ആ ഒരു ബ്രാക്കറ്റ് ഒന്നും പുറത്തേക്ക് പോയിട്ടില്ല. പാട്ടിനെ ഹൈലി കോംപ്ലിമെന്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇച്ച് ആൻഡ് എവറി ഇംപ്രവൈസേഷൻ വന്നത്. കലക്കി കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ എന്റെ രജിത് ഭായ്, നിങ്ങളും പിന്നെ ഇതാ ഈ രണ്ട് ഭാഗത്തും അങ്ങേ അറ്റത്തിരിക്കുന്ന രണ്ടുപേരും ഫുൾ ഓർക്കസ്ട്ര കലക്കി, ഒരു രക്ഷയില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെ വായിച്ച ചില പോക്കുകളുണ്ട്. ഓ എന്റെ അമ്മോ, ജാസി പരിപാടിയായിരുന്നു, വൻ മൂടായിരുന്നു. കലക്കി. വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയുന്നത് തേജസ് കണ്ടിന്യൂസ് ആയിട്ട് രണ്ടാമത്തെ തവണയാണ് ജഡ്ജസ് എഴുന്നേക്കുന്നത്. അപ്പൊ എന്തായാലും തേജസ് ഓൾ ദ വെരി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഷാനിക ചേച്ചി. തേജസ് കലക്കിടാ. വോയിസിന്റെ ത്രോ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു അൺപ്ലഗ്ഡ് സെഷനിൽ. കാരണം ആദ്യത്തെ ഹമ്മിങ് എടുത്തില്ലേ, അവിടെയൊക്കെ ബാക്കിംഗ് ഒന്നുമില്ല. അപ്പം വളരെ കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് പാടേണ്ടതാണ്. അത് അസലായിരുന്നു, സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ട് പാടി. ഇഷ്ടപ്പെട്ടു എനിക്ക്. വെരി ഗുഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേച്ചി. ശരത് സർ, ഉഗ്രം പാട്ടടാ. ആ സെലക്ഷന് നിനക്ക് 2560 മാർക്ക് കൊണ്ടുപോക്കോ, അത് മതി. പാട്ട് അതിന് വേണ്ടത് കൃത്യമായിട്ട് എടുത്ത്, അത് നിന്റെ ശബ്ദം നല്ല സുഖമായിരുന്നു കേൾക്കാൻ. ഒരു പാട്ട് പാടിയപ്പോഴേ അത് വളരെ മനോഹരം, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളൊക്കെ ഇങ്ങനെ പാടുമ്പോൾ നിനക്ക് സാഹിബായുടെ കാര്യം ഓർമ്മയില്ലേ, ഞങ്ങളുടെ ഇവിടെ ചാടി അങ്ങോട്ട് വന്നത്. അല്ല, അതിനുശേഷം പിന്നെ ഒന്നും സംഭവിച്ചില്ല. പക്ഷെ ഇപ്പം പൂർവാധികം ശക്തിയോടെ തേജസ്സിന് ഇപ്പോഴാണ് ഒരു തേജസ് വന്നിട്ടുള്ളത് കേട്ടോ. അസാധ്യമായിട്ട് പാടിയടാ. നിനക്ക് വേണ്ടി ഞാനിത് നമ്മുടെ വിദ്യാസാഗർ അണ്ണാച്ചിയെ കേൾപ്പിക്കുന്നതായിരിക്കും. ഞാനിപ്പം തന്നെ അണ്ണനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്യും. ഈ പാട്ട് ഞാൻ കേൾപ്പിച്ചിരിക്കും. ഞാൻ ഉറപ്പ് നിനക്ക് അതിന് വാക്ക് തരും കേട്ടോ. കുറെ സന്തോഷം ചക്കരെ. അസാധ്യ പാട്ട് മോന് ഉഗ്രമായിട്ട് പാടി, ഉഗ്രമായിട്ട്. ചോദിക്കാം ശരത് സർ. അടിച്ചു മോനെ ഓടമ്മയ്ക്ക്. അടിച്ചു മോനെ എന്ന് പറയുമ്പോ അവനൊരു വിഷമം. എന്താണ് ഗോൾഡൻ മൈക്ക് കിട്ടിയിരിക്കുകയാണ് നമ്മുടെ തേജസ് സൂപ്പർ സ്റ്റാർ സീനിയറിന്റെ.
അല്ലേ, പോയി ഗോൾഡൻ മൈക്ക് മേടിച്ചോ. എന്തായാലും ഗോൾഡൻ മൈക്കിലെ രണ്ടുപേര് കേൾക്കണ്ടേ? തേജസ് റെഡി? ഓക്കെ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. യെസ്, അപ്പൊ പ്രേക്ഷകരെ സന്തോഷിച്ചോളൂ. തേജസിന്റെ ഫാൻസിനും സന്തോഷിക്കാനുള്ള ഒരു അവസരമാണിത്. തേജസ് സെമി ഫൈനലിലേക്ക് കേറിയിരിക്കുകയാണ്. സൂപ്പർ. ഓക്കെ, ബൈ.